രണ്ടാമത്തെ ദിവസം ഏപ്രിൽ 4 ഞങ്ങൾ രണ്ടാമത്തെ യാത്ര ആരംഭിക്കുകയാണ്. രണ്ടാം ദിവസത്തെ ഇപ്പോൾ സമയം രാവിലെ 4:30 മണിയായി. ഞങ്ങൾ പുറപ്പെടാൻ പോവുകയാണ്. ബാക്കി വിശേഷങ്ങൾ പിന്നാലെ. ഉടുപ്പി എന്ന സ്ഥലത്ത് സായി റെസിഡൻസി എന്ന ഹോട്ടലിലാണ് കഴിഞ്ഞത്. AC റൂമാണ് എടുത്ത് 2200 രൂപയായി. വീണ്ടും സമുദ്രതീരത്തെത്തി. സമുദ്രത്തിന്റെ തീരത്തൂടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഉടുപ്പിയിൽ നിന്ന് ഏകദേശം 50 കിലോമീറ്റർ ആയി. ഇന്ന് പോന്നിട്ട് 1 മണിക്കൂർ 1.5 മണിക്കൂറോളമായി. 1.5 ആയില്ല, 1.25 മണിക്കൂറായി. ഏകദേശം 80 കിലോമീറ്റർ പോന്നു. നല്ല റോഡായിരുന്നു. ഇവിടെ ഞങ്ങൾ നിർത്തി ചായ കുടിച്ചു ഒരു ടോളിൽ. ഇപ്പോൾ അടിപൊളിയായിട്ടുള്ള റോഡാണ് ഇപ്പോൾ കാണുന്നത്. നേരം വെളുത്തു. കുറച്ച് സ്പീഡിൽ പോകാം എന്ന് വിചാരിക്കും. നമ്മൾ ഭട്കൽ എത്താറായി. 2-3 കിലോമീറ്ററേ ഉള്ളൂ. നമ്മൾ പുറകിൽ നിന്ന് പോകുന്ന വഴിയും ഇപ്പം ഇനി താനെ വരെ NH66 ആണ് കാണിക്കുന്നത്. NH66 തന്നെ കുഴപ്പമില്ലാത്ത റോഡാണ്. ഭട്കലൊക്കെ കഴിഞ്ഞ് ഞങ്ങളിങ്ങോട്ട് കുറച്ച് 10-20 കിലോമീറ്റർ മുമ്പോട്ട് പോകുന്നു. നല്ല അടിപൊളി റോഡ്. 2 സൈഡിലും മലയൊക്കെ ആയിട്ടാണ് ഇവിടെ. നല്ല പച്ചപ്പ്. ബെയിലൂറിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ബെയിലൂർ ചെറിയ ഏതോ സ്ഥലമാണ്. ബെയിലൂരിലേക്ക് പോവുകയാണ്. ഇപ്പം നമ്മൾ ഏകദേശം അങ്കോല വഴിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒരു സൈഡിൽ നദിയാണ്. എത്താമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇപ്പം 80, 90, 100 കിലോമീറ്റർ സ്പീഡിൽ ഓടിക്കാൻ പറ്റുന്നുണ്ട്. വഴിയൊക്കെ നല്ല വഴി തന്നെയാണ്. ഇവിടെയൊക്കെ വഴി ഉണ്ടാക്കിയിരിക്കുന്നത് ഈ മല അരിഞ്ഞിട്ടാണെന്നാണ് തോന്നുന്നത്. കാർവാർ എത്തി. കാർവാർ നേവൽ ബേസ് ആണ് ഇത്. അതിൻ്റെ ഓഫീസുകളും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പുറകിലും കുറച്ചുണ്ടായി. കാർവാറിനോട് അടുത്തൊരു ടണലെത്തി. ആ ടണലിലേക്ക് പ്രവേശിക്കുകയാണ്. സൈഡിലേക്ക് വന്നിരിക്കുകയാണ്. കാലി നദി സമുദ്രത്തിന്റെ സൈഡ് തന്നെയാണ്. അങ്ങനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഉടുപ്പി കാഫേ. ചെറിയ വഴിയാണെങ്കിലും പനജിക്കുള്ള റോഡ് നല്ല ഉഗ്രൻ റോഡാണ്. NH17 ആണ്.
ഞങ്ങൾ അങ്ങനെ പഞ്ചിയിൽ ബസിലിക്ക ഓഫ് ബോം ചർച്ചിൽ കയറി വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിൻ്റെ തിരുശേഷിപ്പ് സൂക്ഷിച്ചിരിക്കുന്ന പള്ളിയാണത്. അവിടെ തിരുശേഷിപ്പൊക്കെ കണ്ടു. അധിക നേരം നിന്നില്ല, പെട്ടെന്ന് തന്നെ അവിടുന്ന് ഞങ്ങൾ തിരിച്ച് ഇനി താനെ എത്തിച്ചേരുമെന്നുള്ള പ്രതീക്ഷയാണ്. ഇവിടുന്ന് ഏകദേശം 500 കിലോമീറ്ററാണ് ഉള്ളത്. അത്ര എത്താൻ പറ്റിയില്ലെങ്കിൽ അതിന് പുറകിൽ എവിടെയെങ്കിലും പൻവേലോ അങ്ങനെ ഏതെങ്കിലും സ്ഥലത്ത് കിടക്കണമെന്നാണ് ആഗ്രഹം. आम कैसे दे रहे हैं? आम ये 700 रुपये 1.25 डजन है और ये 600 रुपये. इसमें 18 आम है, 17 आम है, ऐसे मिक्स वाले. अच्छा, कितना रुपये एक पेटी? पेटी का हिसाब है. ये 700 वाले है, 600 वाले है. कितने पीस होगा उसमें? इसमें 15 पीस है. सब में 15 है. इनमें इसमें 18 है, इसमें 18, इसमें 17 है. 17-18 ऐसे फिटिंग में जैसे बैठा वैसे बैठा है. कौन सा आम है ये? आ जाओगे आप उसे. വളരെ വില കൂടുതലാണ്. 15 ആമിന് ഏതാണ്ട് 700 രൂപ എന്നാവും പറയുന്നത്. 15 ആം, 15 മാങ്ങയ്ക്ക് 700 രൂപ. അതുകൊണ്ട് ഞങ്ങൾ വാങ്ങിച്ചൊന്നുമില്ല, വിട്ടുപോവാണ് ഞങ്ങൾ വീണ്ടും. ഞങ്ങളിപ്പോൾ ഒരു ഇടവഴി കൂടി കയറിയാണ് വന്ന. വഴി കുഴപ്പമൊന്നുമില്ല, പക്ഷെ ജംഗിളാണ്, ഭയങ്കര കാട് പോലെയാണ്. ആൾക്കാരൊന്നും താമസമൊന്നും ഇല്ല. അത്ര താമസം ആൾക്കാരെ ഒന്നും കണ്ടില്ല. ഇടയ്ക്ക് ഇച്ചിരി 1-2 വീടുകളൊക്കെ കണ്ട്. ഖരേപ്പട്ടാൻ എന്ന് പറഞ്ഞൊരു സ്ഥലത്തു നിന്നാണ് ഞങ്ങൾ തിരിഞ്ഞത്. അപ്പം ഈ റൂട്ട് വരുവാണെങ്കിൽ 10-40 കിലോമീറ്റർ കുറവ് വരും. അതുകൊണ്ടാണ് ഇതിൻ്റെ അകത്തോട്ട് കയറിയത്. വഴിയൊക്കെ നന്നാക്കി പുതിയ വഴിയൊക്കെ ഇട്ടിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് 1-2 വണ്ടിയൊക്കെ പോകുന്ന കാണുന്നുണ്ട്. ഇപ്പം മുമ്പിൽ നിന്നൊരു വണ്ടി വരുന്നുണ്ട്, പുറകെ ഒരു വണ്ടി വരുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ ഈ റൂട്ടിൽ കൂടി ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ എല്ലാം ഭയങ്കര രാജസ്ഥാനേക്കാളും കഷ്ടമായിട്ടുള്ള ഇത് മഹാരാഷ്ട്രയാണ്. ഈ ഇടവഴി കയറിയെന്ന് പറഞ്ഞാൽ ആ വഴി കയറി ഒരു SH 150 എന്ന് പറഞ്ഞ ഒരു റോഡാന്ന് തോന്നുന്നു. അതൊരു സ്റ്റേറ്റ് ഹൈവേ ആണ്. അതിൽ നിന്നൊരു 32 കിലോമീറ്റർ ഏകദേശം ഞങ്ങൾ പോകുന്ന നല്ല റോഡാണ്, അടിപൊളി റോഡാണ്. 2 വണ്ടിക്ക് പോകാവുന്ന വീതിയേ ഉള്ളൂ, ചെറിയ വഴിയാണ്. പക്ഷെ നല്ല സുന്ദരൻ റോഡ് തന്നെയാണ്. 32 കിലോമീറ്ററും പോകുന്ന ശേഷം ഞങ്ങൾ വീണ്ടും രാജ്പുര എന്ന് പറഞ്ഞ സ്ഥലമാണെന്ന് തോന്നുന്നു. ഞങ്ങൾ വീണ്ടും NH 66 കയറി. ഇനി നേരെ പനവേൽ. അതിന് മുമ്പേ തിരിഞ്ഞ് വേറെ അങ്ങോട്ടോട്ട് പോകണമെന്നുള്ള ഒരു റൂട്ടുണ്ട്, അഹമ്മദാബാദിനുള്ള ഒരു റൂട്ട്. അതിൽ ഗൂഗിളിൽ വെച്ചിട്ട് വേണം ഇനി അടുത്ത റൂട്ട് പിടിക്കാനായിട്ട്. ഈ വഴി മുഴുവൻ വീണ്ടും കേരളത്തിലെ പോലെ തന്നെ റിപ്പയറിങ് ടൈപ്പിലാണ്. റിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതായത് കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കര ബുദ്ധിമുട്ടാണ് അതിലെ ഇങ്ങോട്ട് പോരാനായിട്ട്. ഇനി 3-4 മാസം പിടിക്കുമ്പോൾ ചിലപ്പോൾ വല്ലതും ശരിയാവുമായിരിക്കും. അല്ലാതെ ഇപ്പം ഈ 1 മാസം കൊണ്ടോ 2 മാസം കൊണ്ടോ ഒന്നും ആവുമെന്ന് തോന്നുന്നില്ല. അങ്ങനെ ഞങ്ങൾ ചെപ്ലിൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്താറായി. അതായത് 2 കിലോമീറ്ററും കൂടിയേ ഉള്ളൂ. ഇതിന് പുറകോട്ടുള്ള ഒരു 10-15-20 കിലോമീറ്റർ നല്ല റോഡായിരുന്നു. അതിന് പുറകോട്ട് മുഴുവൻ ഇന്ന് വന്നത് മുഴുവൻ വെറും കൺസ്ട്രക്ഷൻ നടക്കുന്ന മഹാവൃത്തികെട്ട റോഡുകളായിരുന്നു. എന്ന് പറഞ്ഞാൽ കൺസ്ട്രക്ഷൻ നടക്കുന്നതുകൊണ്ടാണ്. അങ്ങനെ ഭയങ്കര ഒരു കൺജസ്റ്റഡിൽ നിന്ന് ഓടി എത്തി എന്നുള്ളതാണ്. ഇപ്പോൾ ഏകദേശം ഇന്ന് 600 കിലോമീറ്ററേ ഓടാൻ പറ്റിയിട്ടുള്ളൂ. ഇന്നലെ 500 ഓടിയുള്ളായിരുന്നു. അത് അതിൽ വൃത്തികെട്ട റോഡായിരുന്നു കേരളത്തിൻ്റെ. ഇന്ന് പിന്നെ 600 കിലോമീറ്റർ ഓടി. റോഡുകളുടെ പണി നടക്കുന്നതുകൊണ്ട് ഒറ്റ കാരണക്കാരനാണ് ഇത്ര താമസം.
താമസിച്ചത്, അല്ലെങ്കിൽ ഇതിൽ മുമ്പോട്ട് ഒരുപാട് പോയേനായിരുന്നു. ഇന്നലെയും മിനിഞ്ഞാന്നും അങ്ങനെ 2 ദിവസത്തെ ദുർഘടം പിടിച്ച യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ ഇന്നലെ രാത്രി ചപ്ലിൻ എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. ആകെ തീരെ കുറവ്, അതായത് 1100-1200 കിലോമീറ്ററേ ഓടാൻ പറ്റിയുള്ളൂ. ഇന്നലെ രാത്രി ഞങ്ങൾ അഭിരുചി എന്ന് പറഞ്ഞ ഒരു ഹോട്ടലിൽ ചപ്ലിനിലാണ് കഴിഞ്ഞത്. ഇന്ന് രാവിലെ 4 മണിക്ക് വിട്ട് വീണ്ടും ഞങ്ങൾ പുറപ്പെടുകയാണ്. ഈ ബാക്കി വിശേഷങ്ങൾ പിന്നീട് പറഞ്ഞു. ഇനി അടുത്ത വീഡിയോ 3-ാമത്തെ പാർട്ടാണ്. നിങ്ങൾ അത് കാണാൻ മറക്കരുത്. ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ്.